പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും CPO IRB WCPO ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് മിക്ക ആളുകളും ഫോളോ ചെയ്യുന്നതാണ്. നമ്മുടെ തന്നെ IRB ഉണ്ടായിരുന്ന വിഷ്ണു ഇപ്പോൾ പോലീസിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അതല്ലാതെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിന് പറ്റിയില്ലെങ്കിലും അടുത്ത എക്സാമിനെങ്കിലും നിങ്ങൾ അവസാന നിമിഷങ്ങളിൽ ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. എന്ത് മെത്തേഡ് ഇനിയിപ്പോൾ ഒരു 10-20 ദിവസമാണ് വരുന്നത്. ഈ 20 ദിവസങ്ങളിൽ നിങ്ങളുടെ പഠന രീതികൾ എന്തൊക്കെയാണ്, നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്? ഇപ്പോൾ 19-ാം തീയതി WCPOക്കാർക്ക്, 26-ാം തീയതി CPOക്കാർക്ക് എക്സാം വരികയാണ്. നിങ്ങളുടെ ദിവസം എത്ര ദിവസമുണ്ടെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണമെന്നൊരു ധാരണ സ്വയം ഉണ്ടാക്കുക. അതിപ്പോൾ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് യൂട്യൂബിൽ വന്ന് അത് പടി ഇത് പടി എന്നൊക്കെ പറയാൻ സെക്കൻഡറി ആണ്. നിങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെയാണ്, അല്ല പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല പറയേണ്ടത്. സോ എത്ര സമയം എനിക്കുണ്ട്, എത്ര സമയങ്ങളിൽ സിലബസിൽ ഏതൊക്കെ വിഷയങ്ങളാണ് എനിക്ക് തീർക്കാനുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത് റിവൈസ് ചെയ്യാനുള്ള ടോപ്പിക്. ചില ടോപ്പിക്കുകൾ നിങ്ങൾ രണ്ടാമത് റിവൈസ് ചെയ്യേണ്ടി വരും. കാരണം 2-3 തവണയെങ്കിലും റിവൈസ് ചെയ്യണം. ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾറെഡിയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച ടോപ്പിക്ക് ഇതൊക്കെ റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. ഒരു ദിവസം ഞാൻ എത്ര സമയമാണ് പഠിക്കാൻ പോകുന്നത്, എത്ര സമയമാണ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുസരിച്ച് ഇനിയുള്ള എത്ര ദിവസമാണോ അതൊന്നും ഇപ്പോഴേ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്കുകൾ ഇനി നോക്കണം, ഏതൊക്കെ യൂട്യൂബ് ചാനലിൽ കാണണം എന്നിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളാണ് ഇനി പഠിക്കേണ്ടത്. അല്ലാതെ വേറൊരാളെ അല്ല നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ, ഒരു സ്റ്റഡി പ്ലാൻ ഈ ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ അവസാന നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് വാങ്ങുന്ന ആളുകളുടെ പ്രധാന പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് പറയുകയാണ്, എല്ലാം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവസാന നിമിഷം കാര്യമായി ഒന്നും പഠിക്കില്ല എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഈ റാങ്ക് വാങ്ങുന്നവരൊക്കെ അവസാന നിമിഷം പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുമെന്നുള്ളതല്ല. അവരുടെ പഠനത്തിന്റെ രീതി തന്നെ വേറെ ആയിരിക്കും. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. നിങ്ങൾ അവസാന നിമിഷം, മിക്ക ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവസാന നിമിഷം കിട്ടുന്നതെല്ലാം വാരി എടുത്ത് പഠിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അവരൊരു ഒരു പഠനത്തിന്റെ രീതി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ റാങ്കുകളിലേക്ക് വരുന്നത്. കുറച്ച് മെനക്കേടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ടൈം മാനേജ്മെന്റ് ആണ്. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇനിയുള്ള ദിവസത്തിന്റെ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. രണ്ടാമത്തത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മോക്കിന്റെ പരസ്യം പറയാൻ വരുമല്ല, നമ്മുടെ മോക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. നമ്മുടെ മോക്ക് എക്സാം കുറച്ച് ടഫാണെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോക്കിന്റെ പർപ്പസ് തന്നെ അതന്നെയാണ്. എക്സാം ഹാളിൽ ബോധം പോകാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സോ നമ്മുടെ മോക്ക് ടെസ്റ്റിന് ഒരു 30-40 മുകളിലേക്കുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് നല്ല മാർക്കാണ്. കുറച്ച് ആളുകൾ പേഴ്സണലായിട്ടും യൂട്യൂബ് ചാനലിന്റെ കമന്റിലൊക്കെ വന്നിട്ടുണ്ട് 35 മാർക്കുകൾ 40 മാർക്കുകളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കാണ്. നമ്മുടെ എക്കണോമിക്സ് ഒക്കെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. സോ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന ഈ മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കാണാതെ പഠിച്ച്, അതല്ല. നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ ആണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ടോപ്പിക്ക് വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ഒരു 25-30 ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്കൊരു ധാരണ കിട്ടും. ഇതാണ് നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും മനസ്സിലായി കുറെ ഫോക്കസ് ഏരിയ, കോർ ഫോക്കസ് ഏരിയ ഉണ്ട്. ആ ഫോക്കസ് ഏരിയ ഈശ്വര എനിക്കിപ്പോൾ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ഭാഗം മാത്രം കിട്ടുന്നില്ല എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. ഈ ഒരു സാധനമാണ് മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. സോ പരമാവധി ഡെയിലി 2 എണ്ണമെങ്കിലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതെല്ലാവരും പറയുന്നതാണ്, ഞാനും പറയാണ്. ഡെയിലി 2 മോക്കെങ്കിലും ഡെയിലി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോകണം. എല്ലാവരും ചെയ്യുന്നതാണ്, നിങ്ങളും വീഡിയോ കാണുന്ന നിങ്ങളും ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ്. രണ്ടാമത്തെ കാര്യം മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. ടൈം കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻറ്റ് കോർ ടോപ്പിക്സ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കൂടി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് നല്ല ഉറക്കം. നിങ്ങളത് എന്ന് വിചാരിക്കരുത് മക്കളെ. ഈ അവസാന നിമിഷം നിങ്ങൾ ഈ വലിച്ചു വാരി 10-15 അവസാന നിമിഷം ആരായിരുന്നു, അനുജിത്തോ, ഈ 14 മണിക്കൂർ പഠിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോറി പേര് പറഞ്ഞതിന്. നിങ്ങൾ അങ്ങനെ അല്ലടേ. അങ്ങനെ 15 മണിക്കൂർ 16 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ ഉറങ്ങുന്ന എത്ര മണിക്കൂറാണ്? അതിലൊന്നും കാര്യമില്ല. അങ്ങനെ പഠിച്ചതുകൊണ്ട് അവസാന നിമിഷം നിങ്ങൾ ഈ ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. അത്ര എഫേർട്ട് എടുക്കുന്നതിലല്ല കാര്യം. ഒരു 8-10 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങുക. നേരത്തെ ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെന്റിനകത്ത് നിങ്ങളുടെ ഈ ഉറക്കവും വരും കേട്ടോ. ഈ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉറക്കുക.
പിന്നെ ചിട്ടയായ പഠനം, അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉറക്കവും കൃത്യമായ പഠനവും, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്ര സമയം ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇത്ര സമയം പഠിക്കുകയും വേണം. അത് നിങ്ങൾക്ക് ഏതാണോ സമയം കിട്ടുന്നത് അതനുസരിച്ച്. ഇപ്പൊ രാത്രി ഇരുന്ന് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അയാൾ രാത്രി ഇരുന്ന് പഠിക്കരുത്, രാവിലെ എണീറ്റ് പഠിക്കണമെന്ന് പറയാം, അതൊക്കെ ചുമ്മാതാ. നിങ്ങൾക്ക് ഏതാണോ സമയം അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയം പഠിക്കുക. പക്ഷേ പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കൂടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCERT NCERT ഫുള്ള് കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചില ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ അപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളുണ്ട്. ആൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത മറ്റു യൂട്യൂബ് ചാനലുകളുണ്ട്. അത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് എങ്കിലും ബെയർ മിനിമം നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. SCERT ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. NCERT എക്കണോമിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും വേണ്ടിയെങ്കിലും പറ്റുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി സമയമില്ലെങ്കിൽ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ചാപ്റ്ററുകളെങ്കിലും എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട അത്യാവശ്യം റാങ്ക് വാങ്ങുന്ന ആളുകളെല്ലാം സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാവും. നിങ്ങളുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഈ നോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നോട്ട്സ് ഒക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ നോട്ട്സ് വായിക്കുക. റാങ്ക് ഫയൽ അവിടെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ നോട്ട്സ് വായിക്കുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതിയൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഓർക്കാൻ കുറച്ച് എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫുള്ള് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും ഫുള്ള് വായിക്കുക എന്നുള്ളതാണ്. എക്സാം ഹാളിൽ സംടൈംസ് ഈ പറയുന്ന ലെക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ വായിച്ച് ഇങ്ങനെ നമുക്ക് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ, എൻ്റെ അനുഭവത്തിലാണ്, ഒരു ബുക്കിൽ ഒരു പേജ് ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന ആൻസർ എന്ന സാധനം ചിലപ്പോൾ കയറി വരാറുണ്ട്. PSC കാര്യമല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് PSC അല്ല, വേറെ എക്സാമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ അങ്ങനെ ലെക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 റിവിഷൻ. ഇതിവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജി പറയുമ്പോൾ ഞാൻ അതും പറയണമല്ലോ. മിനിമം ഒരു 2 റിവിഷനെങ്കിലും അവർ കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു റിവിഷൻ നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റിവിഷനിലേക്ക് പോവുക. ഇനി ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ അത് 3 റിവിഷനെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പല ആളുകളും വിചാരിക്കും റിവിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇനി എത്ര ടോപ്പിക്ക് പഠിക്കാനുണ്ട്. മക്കളെ, നിങ്ങൾ എങ്ങനെയായാലും ഒരു 70-75 മാർക്കിന് പഠിച്ചിട്ടുണ്ടാവും. അത് മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രോപ്പറായിട്ട് 2 to 3 ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് അത് മതി, ഉറപ്പായിട്ടും ജോലി കിട്ടും. പക്ഷേ അതും കുറച്ച് പഠിച്ചു, അത് ഒരു വട്ടം വായിച്ച് വെച്ചേക്കാണ്, ഇനി അത് പഠിക്കണോ വേണ്ടെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് 75 മാർക്കിന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിച്ചത് ഇത്രയും മാർക്കിനുണ്ട്, നിങ്ങൾ മിനിമം 2 തവണയെങ്കിലും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും അവസാനത്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. 2024 മുതൽ 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമുകളെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. അതുമായി ബന്ധപ്പെട്ട് അത് ഡിഗ്രി ലെവൽ വരെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. എടുത്തിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് കാണാൻ പഠിക്കണമെന്നല്ല പറഞ്ഞത്. അത് ഞാൻ നേരത്തെ മോക്ക് പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറച്ച് നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ആ പാറ്റേൺ PSCക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇടാൻ വരുന്നവർക്ക്. അപ്പോൾ ആ ഒരു ഇപ്പൊ നമുക്ക് മാറ്റ് പാറ്റേൺ മാറി വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനി കുറച്ച് നാളത്തേക്കൊന്നും മാറത്തില്ല. ഇപ്പോൾ എക്കണോമിക്സിൽ നിന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ തണ്ണീർത്തടം, നെൽവയൽ, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് അപ്പോൾ ആ ഒരു പാനൽ, ആ ഒരു പൂളിനകത്ത് ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടാണ്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ, കോർ ഫോക്കസ് ഏരിയ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 2020 അറ്റൻഡ് ചെയ്തിട്ട് വലിയ കഥയില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 10-15 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ നോക്കുക. അതുമായി ബന്ധപ്പെട്ട് നോക്കി ആ വഴിക്ക് പോകരുത്. റിലേറ്റഡ് ഫാക്ട്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടെങ്കിൽ അത് വായിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല, അത് വായിക്കുന്നതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മേഖലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം മറക്കണ്ട. ഈക്വൽസിന്റെ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ 25 മോക്ക് ടെസ്റ്റ് വെറും 99 രൂപയ്ക്ക്, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. വലിയ പ്രൈസ് ഒന്നുമില്ല, 20 4 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 25 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പർച്ചേസ് ചെയ്യുക. അത് വെറുതെ പർച്ചേസ് ചെയ്തരുത്. നിങ്ങൾ വായിച്ച് പഠിക്കാൻ വേണ്ടി ഒരു മോക്ക് ടെസ്റ്റുകൾ വാങ്ങാതിരിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കുന്നതിൽ. നിങ്ങൾ OMR ഷീറ്റ് എടുത്ത് അതിനകത്ത് തന്നെ 25 എണ്ണം 1.25 മണിക്കൂർ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റിനും ഓരോ ദിവസം 1-2 എണ്ണം വെച്ച് നമ്മുടെ പുതിയ മോക്ക് സീരീസ് വരുന്നുണ്ട് കേട്ടോ. 30-ാം തീയതി മിക്കവാറും റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്. കുറേ ആളുകൾ എൻക്വയറി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കഷ്ടപ്പെട്ട സാധനം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് സീരീസ് 25 എണ്ണം വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നമ്മുടെ ഒരു 500 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു PDF കൂടി ഇറങ്ങിയിട്ടുണ്ട്. 149 രൂപയാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫുൾ ടോപ്പിക്ക് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്തത് ഇപ്പോൾ കോംബോ ഓഫർ 199 കോംബോ ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കും.